ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് അറിയാമോ? നൗൺസ് ആണ്. വേഗം ടോപ്പിക്കിലേക്ക് പോവാം. നൗൺ എന്താണ് നൗൺസ്? എ നൗൺ ഈസ് ദ നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ്, ആനിമൽ ഓർ തിങ്. നൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു പേരാണ്. എന്തിൻ്റെ പേരാണ്? ഒരു പേഴ്സൻ്റെയോ പ്ലേസിൻ്റെയോ ആനിമലിൻ്റെയോ അല്ലെങ്കിൽ ഒരു സാധനത്തിൻ്റെയോ പേരിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നൗൺ എന്ന് പറയുന്നത്. നെയിമിംഗ് വേർഡ്സ് ആർ നോൺ ആസ് നൗൺ എന്നല്ലേ നമ്മൾ പഠിക്കുന്നത്. ആദ്യം നമുക്ക് 4 ഒന്ന് ഡിവൈഡ് ചെയ്യാം. പേഴ്സൺ, പ്ലേസ്, ആനിമൽ, തിങ്. നിങ്ങളൊരു ഗെയിം കളിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പണ്ടൊരു ഗെയിം ഉണ്ടായിരുന്നു, നെയിം, പ്ലേസ്, തിങ്, ആനിമൽ. ഏതെങ്കിലും ഒരു ലെറ്റർ വെച്ചിട്ട് അതിൻ്റെ നെയിം, പ്ലേസ്, ആനിമൽ, തിങ് എഴുതുന്ന ഒരു കളി ഉണ്ടായിരുന്നു. അതൊക്കെ പോട്ടെ, നമുക്ക് 4 കാറ്റഗറൈസ് ചെയ്യാം. പേഴ്സൺ, പ്ലേസ്, ആനിമൽ, തിങ്. പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൾ, ഒരാളുടെ പേര്. പ്ലേസോ, ഒരു സ്ഥലം. ആനിമൽ എന്താ? ആനിമൽ, മൃഗം. തിങ്, ഒരു സാധനം. അപ്പം ഒരു സെൻറ്റൻസ് കണ്ടു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, റിയ ഈസ് എ ഗേൾ. അപ്പം നൗൺ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? ഇതിനകത്ത് നമ്മൾ നോക്കണം. ഒരു സെൻറ്റൻസ് കിട്ടുമ്പോൾ നമ്മൾ നോക്കണം, അതിനകത്ത് പേഴ്സൺ ഉണ്ടോ, ആനിമൽ ഉണ്ടോ, തിങ് ഉണ്ടോ, പ്ലേസ് ഉണ്ടോ എന്ന് നോക്കണം. ഇതിലേതെങ്കിലും ഒന്നുണ്ടെങ്കിൽ അത് നൗണാണ്. ഇതിലേതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നൗണാണ്. മേ ബി അതിനകത്ത് ചിലപ്പം 2 നൗണൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ ഏതൊക്കെയാണ്? പേഴ്സൻ്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് നമുക്ക് പേഴ്സൺ നോക്കാം. ബോയ്, ഗേൾ, ടീച്ചർ, ഫാദർ, മദർ, ഡോക്ടർ. ഇതൊക്കെ പേഴ്സൻ്റെ എക്സാമ്പിളാണ്. ഇനി പ്ലേസ്, സ്കൂൾ, പാർക്ക്, ഹോം. ഇതെല്ലാം എന്താണ്? പ്ലേസിൻ്റെ എക്സാമ്പിളാണ്. ഇനി ആനിമൽ, ഡോഗ്, ക്യാറ്റ്, എലിഫൻറ്റ്, ജിറാഫ്. ഇതൊക്കെ അതറിയാമല്ലോ, ആനിമലിൻ്റെ എക്സാമ്പിൾ. തിങ്സ് എന്തൊക്കെയാണ്? ബുക്ക്, ബോൾ, പെൻസിൽ. ഇതൊക്കെയാണ്. ഇനി കുറച്ച് സെൻറ്റൻസ് നോക്കിയാലോ. റിയ ഈസ് എ ഗേൾ. അണ്ടർലൈൻ ചെയ്തേക്കുന്നുണ്ടോ? റിയ നൗണാണ്, ഒരു പേരാണ്, ഒരു കുട്ടിയുടെ പേരാണ് റിയ. റിയ ഈസ് എ ഗേൾ. അപ്പോൾ റിയ ഒരു നെയിമിംഗ് വേർഡാണ് അല്ലേ. വി ഗോ ടു സ്കൂൾ. സ്കൂൾ ഒരു പ്ലേസ് ആണ്. ദ ഡോഗ് ഈസ് റണ്ണിങ്. ഡോഗ് ആനിമലാണ് അല്ലേ. ഐ ഹാവ് എ ബുക്ക് ഒരു സാധനമാണല്ലേ. അപ്പോൾ അതൊക്കെയാണ് അതിനകത്തിലെ നൗൺ. ഇനി ഞാൻ കുറച്ച് സെൻറ്റൻസ് തരാം, അതിനകത്തിലെ നൗൺ നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് മനസ്സിലാവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കോമൺ നൗണും പ്രോപ്പർ നൗണും എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ തരുന്ന എക്സസൈസ് ചെയ്തിട്ട് അതും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ചേക്കാം കുറച്ച് സെൻറ്റൻസ്, ഒരു 5 സെൻറ്റൻസേ ഉള്ളൂ. അതിനകത്തിലെ നൗൺസൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ചെയ്തിട്ട് ഉറപ്പായിട്ടും അയക്കണേ.